ഇസാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാണുവാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായി ഏശാവിനെ വിളിച്ച് അവനോട് മകനെ എന്ന് പറഞ്ഞു. അവൻ അവനോട് ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണദിവസം അറിയുന്നതുമില്ല. നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം. ഈ വചനം സംസാരിക്കുവാൻ അടിയനെ ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. തൊണ്ടയുടെ എല്ലാ അസമാധാനങ്ങളൊക്കെ മാറിപ്പോട്ടെ. രക്തത്തിൽ കഴുകി ശുദ്ധിനും ജ്ഞാനം പരിജ്ഞാന കൃപയിൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ശാസിച്ച് ഭർസിക്കുന്നു. ശബ്ദം വെളിച്ചമെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന കർത്താവെ മന്ന ടി വിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനൽ കേൾക്കുന്ന ലോകമെമ്പാട് സകലവർക്ക് ഇത് അനുഗ്രഹമായി തീർക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ഇന്ന് ഭാരപ്പെടുന്നവർക്ക് ആശ്വാസമായി തീരുവാൻ, എവിടെയെങ്കിലും വേദനയുടെ നടുവിലായിരിക്കുന്നവർക്കും വിടുതലായി തീരുവാൻ ദൈവം സഹായിക്കണം. ആദ്യം മുതൽ അവസാനം അധ്യക്ഷണം ഏത് ആത്മാവിലാണോ എഴുതപ്പെട്ടത് അതേ ആത്മാവിൽ സംസാരിക്കുവാൻ അടിയനങ്ങ് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്നു, കൃപയിൽ പൊതിയണം. യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇവിടെ വായിച്ച ഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 27 മുതൽ 1 മുതലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇസാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാണുവാൻ വഹിക്കാതെ മങ്ങിയപ്പോൾ. വയസ്സാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാകണം, കാഴ്ച കുറയും. ആമേൻ. വയസ്സാകുമ്പോഴത്തേക്കും കാഴ്ച കുറയും. കാണുവാൻ വഹിക്കാതെ മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ ഏശാവിനെ വിളിച്ചു. അവനോട് മകനെ എന്ന് പറഞ്ഞു. അവനോട് എന്താ പറഞ്ഞത്? ഞാൻ ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു. സ്വയം പറഞ്ഞു. ഇസാക്ക് പറഞ്ഞു, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എൻ്റെ മരണ ദിവസം അറിയുന്നില്ലയോ? നീ ഇപ്പോൾ നിൻ്റെ ആയുധങ്ങളായി വില്ലുമൊക്കെ എടുത്തുകൊണ്ടണം കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടണം. എനിക്കിഷ്ടമുള്ള രുചികരമായ ഭോജനം ഉണ്ടാക്കി എനിക്ക് നീ തരണം. മരിക്കുന്ന മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ എനിക്ക് എന്തുകൊണ്ട് വരണം? വേട്ട ഇറച്ചി കൊണ്ടുവരണം. കാട്ടിൽ പോയാൽ മാത്രമേ വേട്ട ഇറച്ചി കിട്ടുള്ളൂ. ആമേ, ഹല്ലേലൂയ. കാട്ടിറച്ചി വേണമെങ്കിൽ അല്ലെങ്കിൽ വേട്ടിറച്ചി വേണമെങ്കിൽ അപ്പന് ഇഷ്ടപ്പെട്ട ഇറച്ചിയാണ് വേട്ട ഇറച്ചി. മകനെ കാട്ടിലേക്ക് വിടുകയാണ്. തൻ്റെ മൂത്ത മകനെ കാട്ടിലോട്ട് വിടുവാൻ ആര് നിശ്ചയിച്ചു? സ്വന്തം അപ്പൻ നിശ്ചയിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നത്തെ ആഹാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആഹാരത്തിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ? എന്നാലും എത്ര ദിവസമായി ഈ മീനൊക്കെ ചാള തിന്നിരിക്കണ്. ഇറച്ചിയുടെ കാര്യം പറയണമെങ്കിൽ പറയും ഇത് തിന്ന് മടുത്തു. ചിലപ്പോൾ നമ്മൾ നൊത്തോലിയാണെങ്കിൽ പറയും ഇത് തിന്ന് മടുത്തു, ഇനി വേറെ എന്തെങ്കിലും കൊണ്ടുപോവാ. പക്ഷേ ഇറച്ചിയുടെ കാര്യത്തിലായാലും ഇവിടുത്തെ ഇറച്ചിയൊന്നും എനിക്ക് വേണ്ട. ഇവിടെ എന്തൊക്കെ പല ഐറ്റം ഇറച്ചികളുണ്ട് അല്ലേ? ഒരുപാട് ഐറ്റം ഇറച്ചികൾ, പല ഐറ്റം ഇറച്ചി. പക്ഷേ ഇവിടുത്തെ ഇറച്ചിയൊന്നും എനിക്ക് വേണ്ട. നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ നിന്നെ എന്ന് വെച്ചാൽ അപ്പൻ്റെ അനുഗ്രഹമുണ്ട്, മറക്കരുത്. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം മക്കൾക്ക് കിട്ടണമെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അപ്പം പറയുന്നത് പോലെ അനുസരിച്ചാൽ മാത്രമേ അനുഗ്രഹം കിട്ടുള്ളൂ. അപ്പൻ്റെ അടുത്ത് അപ്പൻ പറയും പോലെ കേട്ട് നിൽക്കണം. അപ്പൻ പറയുന്നത് കേട്ടാലേ അപ്പൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പൻ പറയാതെ അനുസരണ ഇല്ലാതെ മാറി നിന്ന് കഴിഞ്ഞാൽ, അനുസരണക്കേട് കാണിച്ചാൽ എന്താ നേട്ടാ കുന്തെന്ന് പറഞ്ഞാൽ അനുഗ്രഹം കിട്ടത്തില്ല, വേറെ ആരെങ്കിലും കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. അപ്പോൾ അനുസരണയോടെ ചേർന്നിരിക്കണം. അപ്പം അപ്പൻ പറയുന്ന കാര്യം ഒരു മകന് ഉത്തരവാദിത്തമുണ്ട്. അപ്പനായിരിക്കണം. അപ്പനായിരിക്കണം. എല്ലാ അപ്പനൊന്നുമല്ല. ഹല്ലേലൂയ. എല്ലാവരും ചില അപ്പന്മാർക്ക് മൂക്കി തുമ്പില ദേഷ്യം ഇങ്ങനെ ഇരിക്കും, നീറ് കടിച്ചതുമല്ല. ചിലവരെ ഇഞ്ചി എന്ന് പറയും. ഇഞ്ചിയല്ല, കോലിഞ്ചി. അപ്പൻ്റെ അനുഗ്രഹം അനുഗ്രഹം എന്നല്ല. അപ്പനായിരുന്നാൽ മകനായിരിക്കും. ഇനി എനിക്ക് അപ്പനെ കുറിച്ചപ്പോൾ ഞാനൊരു അപ്പനാണ്. എത്ര മക്കളെ? 3 മക്കൾ അപ്പനാണ്. നാട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ദൈവമക്കൾക്ക് അറിയാം. ഞാൻ അപ്പനായിട്ടിരുന്നാൽ മാത്രമേ എൻ്റെ മക്കളായിട്ടിരിക്കുകയുള്ളൂ.
അല്ല മക്കളെടുത്തു അവര് പറയും പോടാ അപ്പ. കൊടുത്ത അനുഗ്രഹം വായിക്കണം. മോനേന്ന് വിളിക്കുന്നിടത്ത് അടുത്ത വാക്ക് ചേർത്ത് വിളിക്കരുത്. അപ്പം മോനേന്ന് വിളിക്കുമ്പോൾ എന്ത് കേൾക്കണം? അപ്പാ അല്ലേ? പ്രൈസലോ ഹല്ലേലൂയ. അപ്പൻ അപ്പനായിട്ടിരിക്കണം, എന്നാൽ മകൻ മകനായിട്ടിരിക്കും. അപ്പൻ മക്കളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം. അപ്പൻ്റെ കാര്യമാണ് പറയണത്. അപ്പന്മാരൊക്കെ ഉണ്ട് ഇവിടെ, മാത്രമല്ല ആമേ ഹല്ലേലൂയ, ചാനലിലൂടെയും മീഡിയയിലൂടെയും ഒരുപാട് അപ്പന്മാരുണ്ട്. അപ്പൻ അപ്പനായിട്ടിരുന്നാൽ മാത്രമേ മക്കളും മക്കളായിട്ടിരിക്കുകയുള്ളൂ. കാര്യം പറയുമ്പോൾ ഞാൻ അപ്പൻ്റെ പക്ഷത്തുമല്ല മക്കളെ പക്ഷത്തുമല്ല, ഞാനും എൻ്റെ അപ്പൻ്റെ മോനായിരുന്നു. മോനായിട്ടാണ് അപ്പനായത്, അല്ലാതെ അപ്പനായിട്ട് മോനായതല്ല, അല്ലേ? ഞാനും അപ്പൻ്റെ മോനാണ്. എൻ്റെ അമ്മ എന്നെ ഇപ്പോഴും മോനെ എന്നാണ് വിളിക്കുന്നത്. കാര്യം എന്താണ്? ഞാൻ അമ്മയുടെ മോനാണ്. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ അപ്പനായിട്ടിരുന്ന് മോനേന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രമേ മോനായിട്ട് നിൽക്കത്തുള്ളൂ. ഏത് കാര്യത്തിലും കാര്യം കാണുമ്പോൾ നമുക്ക് ഒരു സമയത്ത് മക്കളെയൊക്കെ പിടിച്ച് വരട്ടി അവസാനം വീണ് കിടക്കുന്ന സമയത്ത് എടാ നീ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വന്ന്, അങ്ങനെയൊന്നുമല്ല. കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ ഏത് കൈ കൊണ്ട് താലോലിക്കുമോ ആ കൈയിൽ തന്നെ ഒരു വാരിത്തരും. അവരെക്കിട്ട് വേദനിപ്പിച്ച് കഷ്ടപ്പെടുത്തി അവർക്കൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ തലമുറകൾ 4 കാലിൽ വെള്ളം അടിച്ചും കൊണ്ട് മക്കൾ വരുമ്പോൾ കാലടക്കി അടിക്കുന്ന അപ്പന്മാരുണ്ട്. അടിച്ചിട്ട് വീണ് കിടക്കാൻ വിളിക്കണം, വാ 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 എന്നെ കൊണ്ടോ. പോവല്ലേ. കാര്യം എന്താണ്? ഞാനും ഒരു മോനാണ്. പക്ഷേ ഇവിടുത്തെ അപ്പൻ അങ്ങനല്ല. അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസാക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹമുള്ളവനാണ്. ദൈവം കൂടെ ഇരുന്നവനാണ്. ആമേ, ദൈവം കൂടെ അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു ഇസാക്ക്. ദൈവം കൂടെ ഉള്ളവന് എപ്പോഴും ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യം ഉള്ളവൻ്റെ കൂടെ ദൈവ മക്കളും കൂടെ നിൽക്കും. അപ്പൻ്റെ മക്കളും കൂടെ. അനുസരണം കേട്ട മക്കളെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്, അനുസരണ ഉള്ള മക്കളെക്കുറിച്ചാണ്. നിങ്ങളിതൊക്കെ പ്രസംഗം കേട്ടെ, പക്ഷേ ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോൾ മൂത്ത മകനെ വിളിച്ചു, മോനെ എനിക്ക് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണം, അതുകൊണ്ട് നീ എനിക്ക് എത്രയും പെട്ടെന്ന് കാട്ടിപ്പോയി വേട്ടയിറച്ചി കൊണ്ടുവന്ന് നീ എനിക്ക് നല്ല രീതിയിൽ രുചികരമായി ആഹാരം ഉണ്ടാക്കണം. ആഹാരം ഉണ്ടാക്കുമ്പോൾ രുചികരമായി ഉണ്ടാക്കണം. സാധനം കൊണ്ടുവരുമ്പോൾ കുറേ ഉപ്പും എടുത്ത് വീഴ്ത്തി കുറേ എരിയും കൂട്ടി കൊടുക്കണമല്ല, രുചികരമായ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ സഹോദരിമാരെ പ്രാർത്ഥിക്കണം. കർത്താവേ എൻ്റെ കയ്യിൽ നീ അങ്ങ് അനുഗ്രഹിക്കണം. ആദ്യം ഹൃദയ ശുദ്ധീകരിച്ചാൽ കൈ ശുദ്ധീകരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ കിടന്ന് അടിപിടി വാങ്ങിക്കും, കിടന്നിട്ട് 10 വരെ കേൾക്കും. പാത്രം എങ്ങോട്ട് പോകണം, വീട് എങ്ങോട്ട് പോകണം നമുക്കറിയാൻ പറ്റൂല. നീ ചിലർ വില പിടിച്ചുള്ള സാധനം കൊണ്ടുവരുമ്പോൾ കൊണ്ട് വെക്കണത് ഉപ്പും കാണൂല, പുളിയും കാണൂല, എരിയും കാണില്ല. അതുകൊണ്ടാണ് എടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നീ എനിക്ക് രുചികരമായ ഭോജനം ഉണ്ടാക്കണം, നല്ല രീതിയിൽ ആഹാരം ഉണ്ടാക്കണം. അറിഞ്ഞുകൂടാത്തവർ ഒരു കാരണവശാലും കൈ വയ്ക്കാൻ പോകരുത്. ഞാനിട്ട കൈ വിറയ്ക്കും, പോവരുത്. അതിനെന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തോട് നിങ്ങൾ ചോദിക്കുമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് കൈ എന്താണ് ഞാൻ ഇടുന്ന കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ച് ചെയ്തു നോക്ക്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നാവാൻ പോകുകയാണ്. നിങ്ങളെ മാറ്റി നിർത്തിയെടുത്ത് നിങ്ങൾ പോകുന്ന വീടുകളൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഇതുപോലെ വെച്ച വായിൽ വെച്ച ഒരു ഗുണമില്ല, എരിയുമില്ല പുളിയുമില്ല. ചിലപ്പോൾ എരിയേ കാണുള്ളൂ, പുളിയേ കാണുള്ളൂ. അവർക്ക് പോകുന്ന വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ, നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ അവിടെ ഇഷ്ടമുള്ളൊരു ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മളെ ഇഷ്ടത്തിനുള്ള ആഹാരമല്ല. മനസ്സാവുന്നുണ്ടോ? പോകുന്നിടത്ത് നമ്മളെ ഇഷ്ടത്തിനുള്ള ആഹാരം ഉണ്ടാക്കാനല്ല പോണത്, അവരെ ഇഷ്ടത്തിനുള്ള ആഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നിന്ന് പോകാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് നിൽക്കാൻ പറ്റൂല. കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞു, നീ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം തന്നാൽ മാത്രമേ നിന്നെ ഞാൻ അനുഗ്രഹിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ മരണത്തെ വന്ന് മരിക്കേണ്ട സമയം, വയസ്സായി മരിക്കേണ്ട സമയമായി. ആ ടൈമിലാണ് ഇസാക്ക് പറയുന്നത്, നീ കാട്ടിപ്പോയി ആമേ നീ വില്ലെടുക്കണം,
ആമേ സ്വന്തം നിന്റെ ആയുധവും എടുത്ത് വില്ലും പൂണിയും എടുത്ത് കാട്ടിച്ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്ക് ഇഷ്ടമുള്ള രുചികരമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് ഇസ്ഹാക്ക് പറഞ്ഞു. തൻ്റെ മകൻ ആമേ 5-ാമത്തെ വാക്യത്തിൽ തന്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ തൻ്റെ ശ്രദ്ധിച്ചേക്ക് 5-ാമത്തെ വാക്യത്തിൽ തൻ്റെ മകനായ യേശാവിനോട് പറയുമ്പോൾ ഇതാര് റിബേക്ക കേട്ടു. ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി. റിബേക്ക തന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ച് ഞാൻ എന്റെ മരണത്തിനു മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനമുണ്ടാക്കി തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആകയാൽ മകനെ നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക. ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുക. ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് 2 നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക. ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടമുള്ള രുചികരമായ ഭോജനം ഉണ്ടാക്കും. നിന്റെ അപ്പൻ തിന്ന് തന്റെ മരണത്തിനു മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. ഇവിടെ മൂത്തവനോട് സംസാരിച്ച കാര്യം, അപ്പന് കണ്ണ് കണ്ടൂടാ എന്ന കാര്യം ആർക്കറിയാം? ഭാര്യ റിബേക്കറിയാം. 2 മക്കളാണ്. എന്നാൽ ഇവിടെ അനുഗ്രഹം കൊടുക്കുന്നത് മൂത്തവനാണ്. മൂത്തവനാണ് വിളിച്ചത്. അനുഗ്രഹം കൊടുത്തവർ 2 പേരെയും വിളിച്ചിട്ടില്ല. മൂത്ത വ്യക്തിയെ വിളിച്ചു. മൂത്തവനോട് കാര്യം പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിന്ന് ഈ കാര്യം ആര് കേട്ടു? അമ്മ റിബേക്ക കേട്ടു. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സൂക്ഷിക്കണം. സംസാരിക്കുമ്പോൾ അടുത്ത ആരെങ്കിലും ഉണ്ടാന്ന് നോക്കിയേ സംസാരിക്കാവൂ. സ്ത്രീകളെ ചെവി എപ്പോഴും രഹസ്യം പിടിക്കുവാൻ വേണ്ടി പതുങ്ങി നടപ്പുണ്ടെന്ന് മറന്നു പോവരുത്. എവിടെയും ഒരു ചെവി പതിയിരിപ്പുണ്ട്. കാര്യം എന്താണ്? ഒരു രഹസ്യത്തിൽ അപ്പൻ വിളിച്ച് കാര്യം മൂത്തവനോട് പറഞ്ഞപ്പോൾ സൂത്രത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കുവാൻ അവിടെ ഒരു ഇസാക്കിൻ്റെ ഭാര്യയായ റിബേക്കയെ കയ്യിലെടുക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് 2 മക്കളാണ്. യെശയ്യാവുണ്ട്, യാക്കോബുണ്ട്. പക്ഷെ അമ്മയ്ക്ക് മൂത്തവൻ അനുഗ്രഹിക്കുന്നതിന് ഇത് പറയുന്ന കാര്യം ഇസാക്ക് മൂത്തവനോട് പറയുമ്പോൾ ഇത് 2 പേരെടുത്തുമല്ല പറയുന്നത്, മൂത്തവനോടാണ് പറയുന്നത്. ഈ പറയുന്ന കാര്യം അമ്മ രഹസ്യത്തിൽ കേട്ടു. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മൂത്തവൻ അനുഗ്രഹിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ അസൂയ? എന്താണ് അസൂയ? 2 എൻ്റെ മക്കളല്ലേ? എന്നാലും അതിനകത്തൊരു കുശുമ്പ് കിടപ്പുണ്ട്. നിന്റെ വയറ്റിൽ 2 പേരെ വന്നിട്ടും മൂത്തവനെ വിളിച്ചപ്പോൾ, അല്ലെങ്കിൽ വെളിയിൽ നിന്നല്ല വിളിച്ചിരിക്കുന്ന ഇപ്പം നാട്ടുകാരെ വിളിച്ചോ അല്ലെങ്കിൽ ബാല്യകാര്യത്തെയോ വെളിയിൽ നിന്നോ മറ്റോ വിളിച്ചിരുന്നെങ്കിൽ ശരിയാണ്, നമുക്ക് എങ്ങനെയായാലും നമുക്ക് പിടിച്ചെടുക്കാം, നമുക്കതിനങ്ങനെ തട്ടി നമുക്ക് മാറ്റി നേരെ കൊണ്ടുവരാം. ഇതങ്ങനെയല്ലല്ലോ. അപ്പോൾ മൂത്തവന് കൊടുക്കേണ്ട അനുഗ്രഹത്തെ അമ്മ തൃപ്തനല്ല. അപ്പൻ്റെ അനുഗ്രഹം മൂത്തവൻ പിടിക്കുന്നത് തൃപ്തനല്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മൂത്തവന് കൊടുക്കുന്ന അനുഗ്രഹം ആർക്കിഷ്ടമല്ല? അമ്മയ്ക്കിഷ്ടമില്ല. ഇന്നും നമ്മുടെ ജീവിതത്തിലില്ലേ? ഇന്നും ഈ ലോകത്ത് അങ്ങനെ ഇല്ലേ? മക്കളെ വേർതിരിക്കുന്ന അമ്മമാരുണ്ട്. അതിന് കാരണവുമുണ്ട്. അമ്മയെ കുറ്റം പറയണമെങ്കിൽ
കാരണമുണ്ട്, നിങ്ങളെ കുറ്റം പറയാൻ ഞാൻ വിശദീകരിക്കാം, അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഹല്ലേലൂയ, വിശദീകരിച്ചിട്ടേ പോകത്തുള്ളൂ. മൂത്തവന് കൊടുക്കവ എനിക്ക് ഇഷ്ടം, അവൻ അങ്ങനെ കൊണ്ട് അനുഗ്രഹം പ്രാപിച്ച് പോകണ്ട. യവൻ എനിക്ക് പിടിച്ച കിട്ടത്തില്ല എന്ന് എനിക്ക് ഇവൻ്റെ അപ്പൻ്റെ എൻ്റെ ഇളയ മോനാണ് അനുഗ്രഹം പ്രാപിക്കേണ്ടത്. മൂത്തവൻ അങ്ങനെ കിടന്നാൽ മതി. മൂത്തവന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ കയ്യിൽ നിൽക്കില്ല. ചില കയ്യിൽ നിൽക്കാത്തതുകൊണ്ട് അവനോടൊരു ചെറിയൊരു ഇഷ്ടക്കേട്. എന്നാണ് മക്കളായാലും ചിലവർക്കൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അമ്മയോട് ചേർന്നിരിക്കുന്ന മക്കൾക്ക് ഒന്ന് തൂത്ത് കൊടുക്കുക, 2 മീൻ അറുത്ത് കൊടുക്കുക, ഒരു തുണി നനച്ച് കൊടുക്കുക, അമ്മ വിറവിറക്കുമ്പോൾ അമ്മേരെ കൂടെ ഒരു വിറവെടുത്ത് കൊടുക്കുക. പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് വിറവെടുത്ത് കൊടുക്കുന്നത്. ഒരു ചുള്ളി കിട്ടിയാലും കൊണ്ടു കൊടുത്താൽ ഭയങ്കര സ്നേഹമാണ്. എൻ്റെ മോന് ഭയങ്കര സ്നേഹം. അമ്മയോട് ചേർന്ന് നിൽക്കുന്നത് ആരാന്ന് ചേർന്നത്? യാക്കോബ്. അമ്മയോട് ചേർന്ന് നിൽക്കണം. യാക്കോബാണെങ്കിൽ ചേർന്ന് നില്ല്, ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നിന്നെ ചിലപ്പോൾ ദൈവം മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, അമ്മയോട് ചേർന്ന് നിൽക്കണം. അല്ല അമ്മ വ്യാപിച്ചേക്കുമ്പോൾ ഞഞ്ഞൊന്ന് പോയി കഴിഞ്ഞാൽ അനുഗ്രഹം പോവും. അമ്മ കൊണ്ടുവന്ന അനുഗ്രഹത്തെ നീ ഞഞ്ഞൊന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. അമ്മയോട് ചേർന്ന് നിൽക്കുമെങ്കിൽ അമ്മ ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ചേരാൻ പോവുകയാണ്. അമ്മ നമ്മളെ സഹായിക്കും. അമ്മ നല്ലൊരു സഹായത്തിന് വേണ്ടി. പക്ഷേ ഇവിടെ ആ മൂത്തമന അനുഗ്രഹത്തിലേക്ക് വിടാതെ ഇളയ മകനോട് പറയുകയാണ്. അപ്പൻ പറയുന്നു, വേട്ട ഇറച്ചി കൊണ്ടുവന്ന് കാട്ടിലോട്ട് പോയി ആയുധത്തോട്ട് പോയിരിക്കുകയാണ്. ഉടനെ പറഞ്ഞു, കോലാട്ടി കുറിച്ച് വന്ന് ഏറ്റവും നല്ലതായ എളുപ്പമുള്ളതായ 2 ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ട് വരണം. ഞാൻ അതിനെ നല്ല ശരിയാക്കി മസാലയൊക്കെ ഇട്ട് നല്ല കറക്റ്റായി അതിനെ ആട്ടിറച്ചി എന്താക്കി തരാം? വേട്ട ഇറച്ചിയാക്കി തരാം. അമ്മയ്ക്ക് നല്ല കഴിവുണ്ട്, സഹോദരിമാർക്ക് നല്ല കൃപയുണ്ട്. ആണിനെ പെണ്ണാക്കും, പെണ്ണിനെ ആണാക്കും. കണ്ടില്ലേ വീട്ടിലെ ആൺപിള്ളേരെയൊക്കെ എടുത്ത് മാറ്റിയിട്ട് പെണ്ണാക്കി കൊണ്ട് കിടക്കണത്? ജീൻസിൻ്റെ പാൻസ് ഉടിപ്പിച്ച്, ബനിയന് ഉടിയിപ്പിച്ച്. അമ്മേരെ കഴിവ. കരിയും വരച്ചു കൊടുത്ത്, കവിളിൽ ഒരു കുത്തു കൊടുത്ത്, ഇവിടെയും ഒരു കുത്തു കൊടുത്ത്. ഇത് അമ്മേരെ മിടുക്ക. ഒരു വര ഇങ്ങനെ, ഇത് വടക്കേ ഇന്ത്യ, ഇത് തെക്കേ ഇന്ത്യ, ഇത് പാകിസ്ഥാൻ, താഴോട്ട്. അമ്മ ഒരുക്കും. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവാത്മാവിനോട് സംസാരിച്ച കാര്യമാണ്. അമ്മയ്ക്ക് ആണിനെ പെണ്ണാക്കാനും പറ്റും, പെണ്ണിനെ ആണാക്കാൻ പറ്റും. അമ്മയ്ക്ക് ഭയങ്കര കഴിവാണ്. ചില പെണ്ണുങ്ങളെ നമുക്കറിയാൻ പറ്റൂല. മുടിയൊക്കെ വെട്ടി സ്റ്റൈലാക്കി, അല്ലേ? ആൺപിള്ളേരെടുക്കണ ഡ്രസ്സിനെടുത്ത് പെണ്ണിനിട്ട്, പെണ്ണുടുക്കണ എടുത്ത് ആൺപിള്ളേർക്ക് വിട്ട്, രാത്രി കിടക്കുമ്പോൾ അമ്മേരെ നൈറ്റിയാണോ അടുത്തുള്ള നൈറ്റിയാണോ എന്നൊക്കെ അറിയാൻ പറ്റൂല. അപ്പം ആണുങ്ങൾ നൈറ്റി ഉപയോഗിച്ച് തുടങ്ങി. നൈറ്റി മേളയായി. പല കടയിലും ബോർഡ് വെച്ചു, നൈറ്റി മേള. അമ്മയ്ക്ക് ഭയങ്കര കഴിവാണ്. ആട്ടിറച്ചി വേട്ടിറച്ചിയാക്കി മാറ്റാൻ കഴിവുണ്ടെങ്കിൽ മോൻ അനുഗ്രഹം പിടിച്ചു കൊടുക്കുവാൻ, അപ്പൻ്റെ അനുഗ്രഹത്തെ സൂത്രത്തിൽ തട്ടിയെടുക്കുവാൻ ഒരമ്മ വിചാരിച്ചാൽ മക്കളെ ഏത് രീതിയിലും കൊണ്ടുവരാൻ പറ്റും, രൂപം മാറ്റും. പക്ഷെ ഒരു കാര്യം, ശബ്ദം മാത്രം മാറ്റില്ല. അടക്കി പിടിച്ച് ശബ്ദം വരച്ചാൽ മാറ്റി പഠിക്കണം. എല്ലാം ഭയങ്കര ഇതല്ലേ ട്രെയിനിങ്ങിൽ കൊടുക്കണത്. മോനെ നീ സംസാരിക്കുമ്പോൾ കൊക്കിൽ സംസാരിച്ചാൽ അത് പിടികിട്ടൂല, അല്ലേ? ഭയങ്കര സൂത്രമാണ്. എന്നാൽ ഈ ചേട്ടൻ്റെ അനുഗ്രഹം അനിയന് വേണം, ഇളയ മോന് വേണം. ആ അനുഗ്രഹത്തിന് വേണ്ടി ആട്ടിറച്ചിയെ വേട്ടിറച്ചിയാക്കുവാൻ പാചകപ്പുരയിൽ പാചകപ്പുരയിൽ അമ്മ നല്ലപോലെ പാചകം ചെയ്യുന്നത്. നല്ല പാചകക്കാരി ആരെന്ന് കേട്ടാൽ നിങ്ങളാരൊന്നുമല്ല. പാചകക്കാരി ആരാ? നിങ്ങളാണോ? ഞാൻ ഭയങ്കര അല്ല, റിബേക്കയാണ്. അപ്പന് ഏറ്റവും നല്ല ആട്ടിറച്ചി എന്താക്കി കൊടുത്തത്?
വേട്ടിറച്ചിയാക്കി അല്ലെങ്കിൽ നല്ല സൂപ്പറായിട്ട് മസാലയൊക്കെ ഇട്ട് നല്ല എരിവും പുളിയും, അല്ലേ, പുളിയൊന്നും ചേർക്കില്ല, അല്ലെ, ഉപ്പെല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം ആ ടേസ്റ്റ് അനുസരിച്ച്. അപ്പൻ്റെ ടേസ്റ്റ് നല്ല പോലെ ആർക്കറിയാം? ഭാര്യയ്ക്ക് അറിയാം. പല ഭാര്യയ്ക്കൊന്നും അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അറിയാതെ പോകരുത്, അറിഞ്ഞിട്ടേ പോകാവൂ, അറിഞ്ഞേ പോകാവൂ, അറിയാതെ പോകരുത്. അപ്പോൾ ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ല, അല്ല ഇന്ന് ആദ്യമായിട്ടൊന്നും വെച്ചു കൊടുക്കുന്ന പരിപാടിയൊന്നും അല്ല. ആമേ ഹല്ലേലൂയ. അപ്പോൾ ഇറച്ചി റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് അടുത്ത് സെറ്റാവും മുമ്പേ യാക്കോബിനൊരു സംശയം. യാക്കോബ് പറയുക, വായിച്ചോ 11. അതിന് യാക്കോബ് തന്റെ അമ്മയായ റിബേക്കയോട് എന്റെ സഹോദരനായ യേശാവ് രോമമുള്ളവനും ഞാൻ രോമം ഇല്ലാത്തവനുമാകുന്നു. ഒരു കുഴപ്പമുണ്ട്, ജനിച്ചപ്പോൾ ഒരുത്തന് ഭയങ്കര രോമമാണ്, ചുമ്മാ വളരക്കം തന്നെ, ചുമ്മാ രോമമുണ്ട്. ഒരാളിന് രോമമില്ല, രോമം വെച്ചാണ് ചിലരെ പിടിക്കുന്നത്. അപ്പൻ്റെ കണ്ണിൽ ഞാൻ രോമമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ മുടിയില്ലാത്തവൻ, മുട്ട. പക്ഷേ എൻ്റെ ജ്യേഷ്ഠൻ അങ്ങനെയല്ല, ഭയങ്കര മുടിയുള്ളവനാണ്. അപ്പോൾ അവൻ രോമം എന്നാൽ ഞാൻ രോമമില്ലാത്തവനാകുന്നു. 12-ാം വാക്യം. പക്ഷേ അപ്പൻ എന്നെ തപ്പി നോക്കും. പക്ഷേ അപ്പൻ തപ്പാൻ മിടുക്കനാണ്. അപ്പൻ ശബ്ദം പിടിച്ചില്ലെങ്കിലും തപ്പി നോക്കും. അപ്പൻ്റെ പരിപാടി തപ്പിപ്പിടിയാണ്. തപ്പും, കണ്ണ് കണ്ടുകൂടല്ലെങ്കിലും തപ്പും. ഹല്ലേലൂയ. അപ്പോൾ തപ്പുമ്പോൾ രോമം തട്ടിയില്ല എങ്കിൽ പിടി വീഴും, പണി കിട്ടും. അതിനും അമ്മയ്ക്ക് അറിയാം എങ്ങനെ നിൽക്കണമെന്ന്. തപ്പുന്നടുത്ത് ആട്ടിറച്ചിയെ വേട്ടിറച്ചിയാക്കാമെങ്കിൽ തപ്പുന്നടുത്തും അമ്മയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്. എങ്ങനെയാണെന്നും എന്ത് ചെയ്യണമെന്നും അമ്മയ്ക്ക് നല്ലപോലെ അറിയാം. അപ്പൻ തപ്പി നോക്കുമെന്ന് യാക്കോബ് പറഞ്ഞപ്പോ ഞാൻ ഉപായി എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ ഞാൻ ചെയ്യുന്നത് ആ സമയത്ത് തപ്പി നോക്കുമ്പോൾ മുടിയില്ല എങ്കിൽ അന്നൊരു ഭയങ്കര തെറ്റായിട്ട് കാണുമ്പോൾ എൻ്റെ മേൽ എന്താണ്? അനുഗ്രഹമല്ല വരുന്നത്, ശാപം തന്നെ വരും. അപ്പനെ പറ്റിക്കാൻ പോയാൽ, അപ്പനെ ആമയെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഒരു പിടി വീഴുന്നാൽ എന്നുവെച്ചാൽ ആട്ടിറച്ചി ശരി വേട്ടിറച്ചിയാക്കി കുഴപ്പമില്ല, അമ്മ ഞാൻ കൊണ്ട് കൊടുക്കാം, സന്തോഷമായിട്ട് കൊണ്ട് കൊടുക്കാം. പക്ഷേ ജ്യേഷ്ഠനായിട്ട് ഞാൻ എങ്ങനെ പോകും? രോമമുള്ളവനായിട്ട് എങ്ങനെയായിട്ട് പോകും? ഇത് അവിടെ ചെന്ന് പിടി വീഴുന്നാൽ എന്നെ അപ്പം പിന്നെ അനുഗ്രഹം ഇപ്പോഴേ ഒരു ചെറിയൊരു അനുഗ്രഹമുണ്ട്, മോൻ എന്നുള്ള അനുഗ്രഹമുണ്ട്, സ്നേഹമുണ്ട്, കാര്യമുണ്ട്. പക്ഷെ അവസാനം അപ്പൻ്റെ അവസാനത്തെ പോക്കിൽ എന്നെ ശപിച്ചിട്ടേ പോകത്തുള്ളൂ. ശാപം എൻ്റെ മേൽ വരും, അതിൻ്റെ തലമുറമേൽ പോകും. അത് എങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് വായിച്ചു. ശാപം തന്നെ വരുത്തുമെന്ന് പറഞ്ഞു. അവന്റെ അമ്മ അവനോട് മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ. അമ്മ പറയാണ്, മോനെ ആ ശാപം എൻ്റെ മേൽ വരട്ടെ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ശാപത്തെ വിളിച്ചു വാങ്ങിച്ച അനുഭവം നിങ്ങൾ അറിയാമോ? യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന മുമ്പേ അവിടെ പറഞ്ഞു, യേശുവിന് എനിക്ക് വേണ്ട, യേശുവിന് എനിക്ക് വേണ്ട, ബർണാബാസിന് മതി, അല്ലേ, നീതിമാനെ എനിക്ക് വേണ്ട, ആമേ ഹല്ലേലൂയ, കള്ളനായ ബർണാബാസിനെ മതി എന്ന് വിളിച്ചു. ആ ശാപം. അപ്പോൾ തെറ്റ് വന്നാൽ, ശാപം വന്നാൽ നിന്റെ മേലൊന്നും പോണ്ട, അത് ഞാൻ വാങ്ങിച്ചോളാം, നിന്നെ ഞാൻ ഒഴിവാക്കി തരാം. രണ്ടും കൽപ്പിച്ചുള്ളൊരു പണിയാണ് ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കഥയായിട്ട് തോന്നാം, ഒരു ജീവിതമായിട്ട് തോന്നാം, ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോകരുത്, ഉറങ്ങി തൂങ്ങുന്ന ഇതൊരു അനുഗ്രഹത്തിൽ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കഥാപാത്രങ്ങളെ മനസ്സിലാക്കണം. ജീവിതത്തിലേക്ക് ആമയെ ഒരു വ്യക്തിയുടെ അനുഗ്രഹത്തിൻ്റെ തുടക്കം എങ്ങനെയാണെന്നും ആമയെ ഏത് നിലവാരത്തിലാണ് കൊണ്ടുവരണമെന്നും അപ്പൻ ഇഷ്ടപ്പെടുന്നത് ഒന്ന്, അപ്പന് കൊടുക്കുന്നത് വേറെ ഒന്ന് മനസ്സിലാക്കണം. അപ്പൻ ഇഷ്ടപ്പെട്ടതാണോ അപ്പന് കൊടുക്കാൻ പോകുന്നത്? അല്ല,
അല്ല, മറക്കണം. അപ്പൻ ഇഷ്ടപ്പെടുന്നതല്ല അപ്പന് കിട്ടുന്നത്. അപ്പാ ഇഷ്ടപ്പെടുന്നതിന് ഹല്ലേലൂയ, നിനക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ചിലപ്പോൾ കിട്ടും, ചില അവസാന നിമിഷങ്ങളിലായിരിക്കും കിട്ടുന്നത്. ആദ്യം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ. കാര്യം എന്താണ്? ഇവിടെ ആട്ടിറച്ചിയെ മാറ്റി വേട്ടയിറച്ചിയാക്കി കൊണ്ടുവരുമ്പോൾ അവസാനം പറയുന്നു, ഞാൻ രോമമുള്ളവനായിട്ട് അമ്മ ചേട്ടൻ കാണുമ്പോൾ ഞാൻ എങ്ങനെയാ ശാപത്തിൻ്റെ വാക്ക് എൻ്റെ മേൽ വരില്ലേ? അതിനമ്മ പറയുന്നത് അത് എൻ്റെ മേൽ വരട്ടെ എന്ന് പറഞ്ഞു. മകനെ എന്നിട്ട് പറഞ്ഞു, എൻ്റെ മേലോട്ടെ മകനെ, എൻ്റെ വാക്ക് മാത്രം നീ കേൾക്ക, പോയി കൊണ്ടുവാ എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്ത്, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട, വേറെ ടെൻഷൻ ഒന്നും പിടിക്കണ്ട, നീ പോയി ആട്ടിനെ കൊണ്ടുവാ. അതിനെ കൊണ്ടുവന്നാൽ ബാക്കിയുള്ള കാര്യം ഞാൻ ചെയ്തു തരാം, ഇന്ന് ഞാൻ ചെയ്തു തരാം. എന്നാൽ അടുത്ത് ഉടനെ പോയി ആട് പിടിക്കാൻ പോയി. വായിച്ചോ. അവൻ ചെന്ന് ആട് പിടിച്ചു അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു. അമ്മ അവന്റെ അപ്പൻ ഇഷ്ടവും രുചികരമായ ഭോജനം ഉണ്ടാക്കി. പിന്നെ റിബേക്ക വീട്ടിൽ തന്റെ പക്കലുള്ളതായ തന്റെ വീട്ടിലുള്ള പക്കലുള്ള മൂത്ത മകൻ യേശാവിന്റെ വിശേഷ വസ്ത്രമെടുത്തു. മൂത്ത മകന് ഒരു വിശേഷ വസ്ത്രമുണ്ട്. ഒരു വിശേഷ വസ്ത്രമുണ്ട്. കുടുംബത്തെ മറക്കരുത്. നിന്റെ കുടുംബത്തിനകത്ത് മൂത്ത വ്യക്തിക്കൊരു വിശേഷമായൊരു പദവിയുണ്ട്, വിശേഷ അനുഗ്രഹമുണ്ട്, വിശേഷ വസ്ത്രമുണ്ട്. ആ വസ്ത്രം ആരെടുത്തു? അമ്മയെടുത്തു. വസ്ത്രം എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു. മൂത്തവന്റെ വസ്ത്രം ആരെടുത്ത് അണിയിച്ചു? റിബേക്ക എടുത്തു, യാക്കോബിന്റെ മേൽ അണിയിച്ചു. അത് എങ്ങനത്തെ വസ്ത്രമാണ് നമുക്ക് നോക്കാം. അവൾ കോലാട്ടിൻകുട്ടിയുടെ തോൽ കൊണ്ട്. അത് എങ്ങനത്തെ വസ്ത്രം? കോലാട്ടിൻകുട്ടിയുടെ തോൽ കൊണ്ടുള്ള. അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു മുടിയുള്ളവനാക്കി മാറ്റി, ഡ്യൂപ്ലിക്കേറ്റ് ആക്കി. ഞാൻ അതിൽ വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞത്, അമ്മയ്ക്ക് ഏത് രൂപത്തിലും വേഷം കെട്ടിപ്പിക്കാൻ അറിയാം. ഒരു മോനെ ഏത് രീതിയിലും വേഷം കെട്ടിപ്പിക്കാൻ അറിയാം. നിങ്ങൾ വേഷം കെട്ടിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ആദ്യമേ എങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അതുകൊണ്ടാണ് ഇന്ന് പല കുഞ്ഞുങ്ങളും ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ പറ്റാതെ ഇന്ന് ലോകത്തിൻ്റെ വഴുതി പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഈ വചനത്തെ ഞാനൊരു ഫുൾ സ്റ്റോപ്പ് വന്നിടട്ടെ. എന്നിട്ട് ലോകത്തോട് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ തലമുറകൾ കുടുംബത്തിനകത്ത് ഏത് വസ്ത്രത്തിലാണ് ധരിക്കുന്നത്? ആണ് ധരിക്കുന്നോ? പെണ്ണ് ധരിക്കുന്നോ? പെണ്ണ് ധരിക്കുന്നോ? ആണ് ധരിക്കുന്നോ? ഇന്ന് പെണ്ണുങ്ങൾക്ക് മതി ജീൻസ് മതി, ശരീരത്തോട് പറ്റിയിരിക്കുന്നത് മതി, ആമേ പറ്റിപ്പിടിക്കുന്നത് മതി. ആദ്യം പറ്റിപ്പിടിക്കാൻ നീ അവസരം കൊടുത്താൽ അവളെ ജീവിതം പറ്റിക്കൊണ്ടേയിരിക്കോ, നാട്ടുകാർ പറ്റിച്ചുകൊണ്ടേയിരിക്കോ, ലോകം പറ്റിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അതിന് അവസരം ഒരുക്കി കൊടുക്കരുത്. ദൈവ പൈതലേ, നിന്റെ കുടുംബത്തിനകത്ത് ജനിക്കുന്ന ഒരു പെൺകുട്ടിയാണായാലും ആൺകുട്ടിയായാലും പെണ്ണിനെ പെണ്ണാറ്റ് വളർത്തണം, ആണിനെ ആണാറ്റ് വളർത്തണമെന്ന് ആത്മാവിനെ വിളിച്ചു പറയുകയാണ്. ഇത് ലോകത്തോട് പറയുന്നൊരു കാര്യമാണ്. നിന്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ച അതിന് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും, ആൺകുഞ്ഞെങ്കിൽ ആൺകുഞ്ഞാറ്റ് വളർത്ത്, പെൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞാറ്റ് വളർത്ത്. വസ്ത്രത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യരുത്. ജ്യേഷ്ഠയുടെ മാറ്റുന്ന ഇതിപ്പോൾ ജ്യേഷ്ഠൻ്റെ മാറിയതേ ഉള്ളൂ, എന്നാൽ ഇത് ജ്യേഷ്ഠൻ്റെ മാറി. ഞാൻ അവിടെ ഒന്ന് പറയട്ടെ, ഇത് സഹോദരൻ്റെ വസ്ത്രം മാറിയെന്നേ ഉള്ളൂ. ഇന്ന് സഹോദരൻ്റെ വസ്ത്രമാണ് മാറുന്നത് അല്ല. പല വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകം പറയും, ആമേ നീ മാറ്റിയാൽ നിന്നെ മാറ്റുന്നൊരു സ്വർഗമുണ്ട്. നിനക്ക് വെച്ചിരിക്കുന്ന വസ്ത്രം നീ മാത്രം ധരിക്കുക, മറ്റുള്ള വസ്ത്രത്തെ ഇടരുത്. ആമേ ഒരിക്കലും ധരിക്കരുത്. അറിവുള്ള സമയത്ത് ഇല്ലാത്ത സമയത്ത് അമ്മ നിന്റെ ശരീരത്തെ കയറ്റി തന്ന ഈ വചനം കേൾക്കുമ്പോ പറ, ഇത് ഞാൻ ഊരിയറിയും. അറിവില്ലാത്ത സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കൾ ഇട്ട് തന്നാൽ ഇപ്പൊ പറയും, ബ്രദറെ ഞാൻ ഇട്ട് കൊടുത്തല്ല, എൻ്റെ മോളെടുത്തിട്ടതാണ്. അങ്ങനെയാണ് പറയും. നിന്നെ ലോകത്തിൽ വലിച്ചു കീറി പിച്ചി ചെയ്യുന്ന ദിവസം വരും കുഞ്ഞെ. ആത്മാവിൽ വിളിച്ച് പറയാം, ലോകം നിന്നെ പിച്ചി ചെയ്യുന്ന ദിവസം വരും.